ഹായ്, എൻ്റെ പേര് അമ്രിൻ. ഞാൻ സൈലം വെസ്റ്റൽ ക്യാമ്പസിലെ ജെഇ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് ആദ്യം ഡൗട്ട് ക്ലിയറൻസ് സെഷനാണ്. നമുക്ക് തീരെ ബേസില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിലും ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എന്ത് ഡൗട്ടില്ല, ഒരു സില്ലി ഡൗട്ടാണെങ്കിൽ 1+1 എന്താണെന്ന് പോലും ചോദിച്ചാലും അപ്പം തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നതും, പിന്നെ നമ്മളെ എത്ര പോലും അറിയില്ല എന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു കണ്ണിൽ കാണാണ്ട് എന്ത് ചോദിച്ചാലും എത്ര വട്ടം വേണമെങ്കിലും വീണ്ടും 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 പറഞ്ഞു തരാവുന്ന ആ ഒരു ഫാക്കൽറ്റീസിൻ്റെ ആ ഒരു സംഭവമാണ് ആദ്യം എൻ്റെ സൈലത്തിലെ ഒരു പോയിൻ്റായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ പറയാനാണെങ്കിൽ സൈലത്തിലെ മോക്ക് ടെസ്റ്റ് ആണ്. ഡെയിലി എക്സാംസ് ഉണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മളിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ട്. ഒരു ദിവസം ഒരു ഡീറ്റെയിൽസ് എഴുതി ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കൂടാൻ നമ്മൾ സ്വന്തമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത സംഭവം പറഞ്ഞാൽ ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ്. ഹൈബ്രിഡ് സിസ്റ്റം ഒരു ടോപ്പിക്ക് നമ്മൾ 2 വട്ടം, 2-ലുപരി ഒരു 3-4 വട്ടം തന്നെ പഠിച്ചിട്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് എക്സാം എഴുതുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്നതിലും കുറച്ചും കൂടെ എനിക്ക് എഫക്റ്റ് ആവുന്നത് ഒരാൾ പറഞ്ഞു തന്നു, വീണ്ടും അത് തന്നെ വേറൊരാൾ പറഞ്ഞു തരുമ്പോഴാണ്. അപ്പം എന്നെപ്പോലെ കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഹൈബ്രിഡ് സിസ്റ്റം വളരെ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു. ഹോസ്റ്റലിൽ പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് വാർഡൻ മെൻറ്ററാണ്. നമുക്ക് മെൻ്റലി ഒന്ന് സ്ട്രെസ്സായി തോന്നുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ കുറേ എക്സാംസിൻ്റെ സ്ട്രെസ്സ്, മാർക്ക് കുറഞ്ഞു എന്ന ഒരു ഫീല് വരുമ്പോഴും നമുക്ക് മൈൻഡ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന മെൻറ്റർമാരെ നമുക്ക് സൈലം തരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഡൗട്ട് എന്തുണ്ടെങ്കിലും ഫാക്കൽറ്റീസ് ഹോസ്റ്റലിൽ വന്നിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ റൂംമേറ്റ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. എൻ്റെ ഡൗട്ട് മേ ബി വേറൊരു കുട്ടിക്ക് അറിയായിരിക്കും. അപ്പം അവിടുന്ന് ഓൾഡ് അടുത്തുനിന്നും ഡൗട്ട് ക്ലിയറായി, ഫാക്കൽറ്റീസ് അടുത്തുനിന്നും ഡൗട്ട് ക്ലിയറായി, മൊത്തത്തിലൊരു പീസ്ഫുൾ മൈൻഡ് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് തന്നെ ഉണ്ട്. ഒരു ജെഇ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്ററിന് എങ്ങനെയൊക്കെ പീസ്ഫുൾ ആയിട്ടിരിക്കാവോ, സ്ട്രെസ് എങ്ങനെയൊക്കെ റിലീഫ് ചെയ്യാവോ, അങ്ങനെയല്ല നമുക്ക് ഹോസ്റ്റലിൽ നിന്നും ഈ ക്യാമ്പസിൽ നിന്നാണെങ്കിലും നമ്മൾ ആരും ഇങ്ങനെ ഭയങ്കര ഹറിബറി ആയിട്ട് ക്യാമ്പസിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സാറുമാരെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് എക്സാമ്പിൾ പറയുമ്പോൾ പോലും നമ്മളെ എത്രത്തോളം എൻ്റർടൈൻ ചെയ്ത് പറയാൻ പറ്റുന്നോ അത്രയും ഇതായിട്ട് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു സ്ട്രെസ്, ജെഇ എക്സാം ഇത്ര വലിയൊരു എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, അതോർത്ത് ഭയങ്കര ടെൻഷൻ, അതോർത്തിട്ട് എക്സാം തെറ്റിപ്പോകുന്നു, അതോർത്ത് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നേ ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മാസം ജെഇ ജാനുവരിയിലാണ് ഫേസ് 1 വരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസംബർ മിഡ് അല്ലെങ്കിൽ ഡിസംബർ 10th നമ്മുടെ പോർഷൻ തീരുമെന്നാണ് ഫാക്കൽറ്റീസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ, എന്നാൽ എല്ലാം കവർ ചെയ്ത് തന്നെ പോർഷൻസ് പോകുന്നുണ്ട്. ആദ്യം പറയേണ്ടത് PYQ ക്വസ്റ്റ്യൻ ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട്. എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമുക്കത് എഫക്റ്റ് ആവും. ഒരു 40 ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ആ 40 ക്വസ്റ്റ്യൻ പ്ലസ് നമ്മുടെ PYQ, പിന്നെ നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിൽ ഇൻഫിനിറ്റ് പ്രാക്ടീസ് ഉണ്ട്, പിന്നെ ഓൺലൈൻ DPP ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പം ഒന്നും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു എക്സാം ഫേസ് ചെയ്യുന്ന ഫിയർ നല്ലോണം കുറയ്ക്കുന്നുണ്ട്. ഈ ഡെയിലി DTS എല്ലാ ദിവസവും എക്സാം ഉള്ളത് ഫിയർ. ഒരു എക്സാമിൽ നമ്മൾ ഒരു എക്സാം ഹോളിൽ ഇരിക്കുമ്പം എങ്ങനെയാണോ ശരിക്കും ഒരു എക്സാം എഴുതുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ DTS എഴുതുന്നത്. അപ്പം ബബിൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, ഒരു ദിവസം മിസ്റ്റേക്ക് വന്നാൽ നെക്സ്റ്റ് ഡേ അത് ഇല്ലാണ്ടാക്കാൻ നമ്മൾ കുറേ ശ്രമിക്കും. എക്സാം എഴുതി ആ ഒരു ഫിയർ ഇല്ലാണ്ടാക്കും. പിന്നെ ലാസ്റ്റ് റിവിഷൻ ടൈമുണ്ട്, LMRP പറഞ്ഞിട്ട്. അതും റിവിഷൻ ടൈമിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് നമ്മൾ വീണ്ടും ഒന്നുകൂടി പഠിക്കും. എന്നിട്ട് നമുക്ക് 2 മൈൻഡ് മാപ്സ് തന്നിട്ടുണ്ട്. എത്രയൊക്കെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഉണ്ടോ, എങ്ങനെയൊക്കെ നമുക്ക് വളഞ്ഞു വഴി ചിന്തിക്കാവോ, അതെല്ലാം ആ ഒരു മൈൻഡ് മാപ്സിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ഒരു 3 സംഭവങ്ങൾ കമ്പൈൻ ചെയ്ത് പോകുമ്പം സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് എഴുതാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.